ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ടാരോട്ട് കണ്ട് ചോദിച്ചത് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി, അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവരുടെ ലൈഫിൽ അടുത്തെങ്ങാനും റീയൂണിയൻ നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ 3 കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കറണ്ട് എനർജി എന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുവാണ്. നിങ്ങളുടെ കറണ്ട് എനർജി ഐസ് ഓഫ് വൺസ് ആണ്. നിങ്ങൾ അഗ്നി എന്ന മൂലകത്തിലാണ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയോ തുടങ്ങണം, എന്തോ ബിസിനസ് തുടങ്ങണം എന്നൊക്കെയോ നിങ്ങൾ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഉള്ളിൽ ഭയമുണ്ട്, പൊട്ടിപ്പോവോ, അത് വിജയിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പിന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാകും മനസ്സിൽ. അപ്പോൾ ആ ഒരു നിലയിലാണ് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ കാണപ്പെടുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുമ്പോൾ കിട്ടിയത് 10 ഓഫ് സോഡാണ്. അദ്ദേഹം വളരെ നിരാശയിലാണ്. അദ്ദേഹം വളരെ വേദനിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കാം, നിങ്ങളോട് ചില ചതിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. എന്തായാലും അദ്ദേഹം വളരെ വേദനയിലാണ് കാണുന്നത്. വളരെ ദുഃഖകരമായ അവസ്ഥയിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജീസ് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം കാണുമായിരിക്കും, ഒന്ന് തുറന്ന് സംസാരിക്കണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പേടിയുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ളൊരു മൈൻഡായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് നല്ലൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ അതിന് പേടിയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങാനാണ് ടാരോട്ടുകാർ പറയുന്നത്. തീർച്ചയായിട്ടും വിജയിക്കും. പിന്നെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന സംഭവം ഇപ്പോൾ അടുത്ത അങ്ങനെ റീയൂണിയൻ ഉണ്ടോ എന്ന് നോക്കുവാണ്. അപ്പോൾ റീയൂണിയൻ ഉണ്ടെന്ന് വന്നത് ഒരു മേജർ ആർക്കാന കാർഡാണ്. അത് യൂണിവേഴ്സ് തന്നെ തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് ഡെബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ കൈവിഷമോ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെംപ്റ്റേഷനിൽ അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം പോയതായിട്ടല്ല കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തോ ഉള്ളിൽ കൊടുത്തിട്ട് അതായത് ഒരു മാജിക്, ബ്ലാക്ക് മാജിക്കിലൂടെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ബ്ലാക്ക് മാജിക്കിൻ്റെ പവറാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ബ്ലാക്ക് മാജിക് ഉണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ടായിരിക്കാം ഇവിടെ 10 ഓഫ് സോഡ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്, എന്നാൽ അദ്ദേഹത്തെ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഉടനെ ഒന്നൊരു റീയൂണിയൻ പ്രതീക്ഷിക്കേണ്ട. ഇനി തന്നെയല്ല, നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ഒരവസ്ഥയും സ്ഥിരമല്ല, അതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് ഉണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.